വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ബത്തേരി വടക്കനാടാണ് കടുവ പശുവിനെ കൊന്നത്. വനപാലകർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, ഒട്ടേറെ ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് കടുവയെ കൂട്ടിലാക്കിയപ്പോൾ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു അവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ. ഇപ്പോൾ വീണ്ടും ഒരു കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ, തീർച്ചയായും നരഭോജി കടുവ കൂട്ടിലായി 24 മണിക്കൂർ ആശ്വാസ വാർത്ത വന്ന് 24 മണിക്കൂർ തികയും മുമ്പാണ് ഇന്നലെ കടുവ കൂട്ടിലായ അതേ സമയത്ത് ഉച്ച കഴിഞ്ഞ് 2:30 മണി സമയത്ത് ബത്തേരിക്കടുത്ത വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്ത് പച്ചാടിയിൽ രാജു കോളനിയിലെ രാജു എന്ന ആളുടെ പശുവിനെ കടുവ കൊന്നത്. ഈ വടക്കനാട് പ്രദേശവും വാഗേരി പ്രദേശവും തമ്മിൽ അടുത്തടുത്ത മേഖലകളാണ്. വടക്കനാട് പ്രദേശത്തായിരുന്നു മുമ്പ് വന്യമൃഗശല്യം ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്, കാട്ടാനകളുടെ ഏറ്റവും ശല്യം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിടികൂടിയ വടക്കനാട് കൊമ്പനെയാണ് പിന്നീട് കുങ്കിയാനയാക്കി മാറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ വാഗേരിയിൽ ദൗത്യത്തിനായി എത്തിച്ചിരുന്നത്, കടുവയെ പിടികൂടുന്നതിനുള്ള ദൗത്യത്തിനായി എത്തിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ വീണ്ടും കടുവയുടെ ശല്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞപ്പോഴാണ് ഈ രാജുവിന്റെ പശുവിനെ കടുവ ആക്രമിച്ചത്. അപ്പോൾ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. കടുവയ്ക്കായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട് സ്ഥാപിക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും എന്നാണ് വനപാലകർ അറിയിച്ചത്. ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞാൽ ഉടൻ കൂട് സ്ഥാപിക്കാനുള്ള ഒരു ഒരുക്കമാണ് നടക്കുന്നത്. ഏതായാലും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് വീണ്ടും വയനാട്ടിൽ നിന്ന് വരുന്നത്. കടുവകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, കടുവകളുടെ വംശവർധന ഉണ്ടായ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നവംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിൽ കടുവകൾ ഇണചേരുന്ന സമയത്ത് കാട്ടിനുള്ളിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയും പരാജയപ്പെടുന്ന കടുവ ഇര തേടി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അങ്ങനെ പുറത്തു ചാടിയതാകാം ഈ കടുവയും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഷിബു, ഇതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധങ്ങളോ മറ്റോ നടന്നിട്ടുണ്ടോ? അതായത് ആളുകളൊക്കെ ഇപ്പോഴും ഭയപ്പാടിൽ തന്നെയാണോ? നിലവിൽ പ്രതിഷേധങ്ങളൊന്നും നടന്നിട്ടില്ല. ആളുകൾ ഒക്കെ ഈ വിവരം അറിയിച്ച് വനപാലകർക്ക് കടുവയെ നിരീക്ഷിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് ഇപ്പോൾ. അതിനുശേഷം പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നാണ് അറിയുന്നത്. അതേസമയം ഇന്നലെ നടന്ന സംഭവങ്ങൾക്കൊടുവിൽ രാത്രി പ്രതിഷേധങ്ങളൊക്കെ അവസാനിപ്പിച്ച് നരഭോജി കടുവയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാനൊരു പെർമിഷൻ, അനുവാദം നാട്ടുകാർ നൽകിയിരുന്നു. അതനുസരിച്ചാണ് പുത്തൂരിലേക്ക് കടുവയെ കൊണ്ടുപോയത്. അതിന്റെ ബാക്കിയായി ഇന്ന് കളക്ടറേറ്റിൽ ചർച്ചകൾ, സർവകക്ഷി യോഗമൊക്കെ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുകയും കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഒന്ന്, പ്രജീഷിന്റെ സഹോദരന് ജോലി നൽകുന്ന കാര്യം പരിഗണിക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്തു. 2-3 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് ഇപ്പൊ ഈ വാഗേരി വടക്കനാട് പറയുന്ന പ്രദേശത്തിന്റെ ഇങ്ങേയറ്റമായ 3 കിലോമീറ്റർ സ്ഥലത്ത് വന്യമൃഗ ശല്യ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ സർക്കാരിലേക്ക് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുത്ത് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വടക്കനാട് നിന്നും പുതിയ വാർത്ത വന്നിട്ടുള്ളത്. ഇത് രണ്ടും സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ IC ബാലകൃഷ്ണൻ MLA മണ്ഡലം തന്നെയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. വ്യക്തമാണ്. കടുവയെ പിടികൂടി കൂട്ടിലാക്കിയതിൽ 24 മണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും വയനാട്ടിൽ കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ബത്തേരി വടക്കനാടാണ് കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പശുവിനെ കൊന്നിരിക്കുന്നു. വനപാലകർ സ്ഥലത്തെത്തിയപ്പോൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഷിബു നൽകിയത്.